എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. അമ്മയും മോളും ഉണ്ട്. അപ്പൊ എന്നിട്ട് മണി ചെയ്യാൻ പോണ് കുഴിയപ്പം ഉണ്ടാക്കാൻ പോവാ. ഇത്തിരി നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കാണ്, കുഴിയപ്പം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇന്ന് ആണ് വടകരയ്ക്ക് പോണ ദിവസമായിട്ടാ. അപ്പോൾ ഒരു 2:30 എന്നൊക്കെയാണ് കുഞ്ഞേട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് ട്രെയിന്. അപ്പോൾ ഒരു കാലത്ത് തന്നെ ഞാൻ കടയിലേക്ക് പോവാണ്. കാരണം എന്താ വെച്ചാൽ പോകണ്ടെന്ന് വിചാരിച്ചത്. പക്ഷെ ഇന്ന് കടയിൽ ആൾക്കാർ തീരെ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു 12 മണി വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇങ്ങോട്ട് തിരിച്ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1:30 കൂടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മതി. അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ വേഗം എത്തുമല്ലോ. ഒല്ലൂരിൽ നിന്നല്ല, കുറച്ച് വഴിയുള്ളൂ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനല്ല, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞത് ഒല്ലൂർ കേട്ടാ. ഒല്ലൂരാണെങ്കിൽ 5 മിനിറ്റ് നടക്കണ്ടേ. അപ്പോൾ അവിടേക്ക് എങ്ങനെയും ഓട്ടോറിക്ഷല്ല അല്ലെങ്കിൽ സിനിമ ഓടനാക്കിയാൽ എന്തെങ്കിലും ചെയ്യും. അത് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഉണ്ണിയപ്പത്തിലേക്ക് ഇനി നാളികേരം അരിയണ്ട, പൊതിച്ചു തരും, മറ്റേ അരിഞ്ഞു തരാം. അപ്പോൾ ഇതൊന്ന് ആക്കി കൊടുത്തിട്ട് ഞാൻ കടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ആക്കി കൊടുക്കല്ല, മുഖത്തിരി നേരം ആക്കുന്നതൊന്ന് വീഡിയോ എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ കുപ്പിയൊന്നും ഇഷ്ടമായൊന്നും ഇല്ല എനിക്ക്. പക്ഷെ അവിടെ നോക്കിയപ്പോൾ ഈ കുപ്പികളുണ്ടോ അവരവിടെ ചെന്നിട്ട് മാറ്റിയിട്ടുള്ളൂ പറയാം. വേറെ കടയിൽ വരുമ്പോഴേക്കാണ് അതൊക്കെ ചെയ്യേ. ചില സമയങ്ങളിൽ ആ വഴിയിൽ വേറെ കടകൾ ഉണ്ടാവില്ല. തിരുമോൻ്റെ കൂടെ വരുമ്പോൾ വാങ്ങിച്ചത് തന്നെ നമ്മൾ മേടിക്കാറ് ഒരു കടയിൽ നിന്നാണ്. അവിടെ ഉണ്ടാകുന്നില്ല. നല്ല ചില്ല് കുപ്പി പോലത്തെ കിട്ടിയാൽ നല്ലതെന്ന് വിചാരിച്ചു. ചില്ലിൻ്റെ എല്ലാം കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതിൽ ശർക്കര കുരുകി വന്നു കേട്ടോ. അപ്പോൾ നാളികേരൻ്റെ കുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. നെയ്യിലൊന്നേ വറുത്തെടുക്കാനാണ്. സ്പൂണായിരുന്നു വെച്ച് കുറച്ച് ലാസ്റ്റിട്ടാൽ മതിയില്ല. അപ്പോൾ കൂടുതലും കളക്കിയെടുക്കാം. നേരെ അതാണ് വേഗം വേഗം ചെയ്യും. കഴിഞ്ഞ് ഡ്രസ്സ് മാറാനാണ്. പിന്നെ മൂവാൻ ഉണ്ടാക്കിക്കോളൂ.
റവ ഇട്ട് കൊടുക്കാം. കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്, ഏലക്കായ പൊടിച്ചതാട്ടത്, എള്ളു ജീരകമൊക്കെ ഇടുന്നവർക്ക് ഇടാട്ടാ. ജീരകം ഇട്ട ഇവിടെ പക്ഷെ ഞാൻ കിട്ടില്ല. ശർക്കര പനിക്കാണ് കുറച്ചെടുക്കുക. ഉണ്ടാക്കാൻ പറ്റുമോ? കുറച്ച് 5 മിനിറ്റ് വെച്ചിട്ട് 5-10 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് അതിലിടും. ഇളക്കാൻ നമുക്ക് തേങ്ങ വറുത്തത് ഒരു വട്ടം ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം നമുക്ക് എന്തെങ്കിലും കുറവുണ്ടാവും. അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കുക. അതന്നെ എത്രത്തോളം നമ്മൾ സിമ്പിളാക്കി ഉണ്ടാക്കുന്ന സാധനങ്ങൾ ചില സമയത്ത് നമുക്കത് ശരിയാവില്ല. അപ്പോൾ അതൊരു 10 മിനിറ്റ് കൊണ്ട് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ എല്ലാം കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കുമ്പോഴേക്ക് ഞാൻ പോയി ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ. അപ്പോൾ അത് ഉണ്ടാക്കി ഒന്ന് കാണിച്ചിട്ട് എനിക്ക് കടയിലേക്ക് പോകാമല്ലോ. നേരത്തെ തിരിച്ചു വരണേ, തീരെ ആൾക്കാർ കുറവന്നു. അപ്പോൾ ഞാനും കൂടി ഇല്ലാണ്ടായിരുന്നെങ്കിൽ ബിന്ദുവിന് ആകെ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഭക്ഷണം ഒന്ന് കാലാക്കി കൊടുക്കാം, കുറച്ച് ബില്ലോട് എടുത്ത് കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേ കേട്ടാ. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നു. അപ്പോൾ മുകളിൽ ഉമ്മയൊക്കെ ഉണ്ടാക്കി. ഉമ്മയൊക്കെ നിർത്തി കണ്ട് കൊട്ടയ്ക്കാണ് ഇട്ടുണ്ടാക്കിയിരുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കഴിച്ചു കേട്ടാ. അച്ഛൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ പണിക്ക് പോകാൻ നിൽക്കുകയാണ്. അച്ഛൻ എൻ്റെ കൂടെ വരുന്നില്ല കേട്ടോ. അച്ഛന് തിരക്ക് കാരണമാണ്. പിന്നെ കഴിച്ചു നോക്കി ഫിഷ് സോഫ്റ്റ് ആയിട്ടില്ലേ? എങ്ങനെയുണ്ട്? മധുരക്കില്ല കാണിച്ചുണ്ണി. അപ്പം ഇനി ഉണ്ണി നിന്ന് ഉണ്ടാക്കിക്കോട്ടാ. കുറച്ച് നേരം ഉണ്ട് ഇത് ഉണ്ടാക്കാനായിട്ട്. അമ്മ പോട്ടെ. ഗ്ലാസ് കൊണ്ട് മുക്കിയിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ പിന്നെ ഒരേ തവി മുക്കാൻ നിൽക്കണ്ടല്ലോ. വലിയ ഉണ്ണിയപ്പാവില്ല. അതുകൊണ്ട് കാണിച്ചു പോനെ കയ്യിലിറക്കും. അല്ല ചെറിയ ചെറിയ കുഴിയപ്പങ്ങളാണ്. ചെറിയ കുഴിയാണ് അതിൻ്റെ. ഇത്തിരി കൂട്ടി ഒഴിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ അതിങ്ങനെ ഇതായിട്ട് നിൽക്കണില്ല. ഇത്തിരി കൂടി ഒരു സ്വല്പം വെള്ളം കൂടി ചേർക്കാൻ തോന്നിട്ടുണ്ടെങ്കിൽ അപ്പം അതങ്ങനെ വരില്ല. ശരിക്കും പോളായി ഇങ്ങനെ ഇതായിട്ട് നിൽക്കും. അങ്ങനെ പൊട്ടി ഇങ്ങനെ ഒഴുകണണ്ട, അങ്ങനെ വരില്ല അത്. ഇപ്പം ഒരു തുണ്ട് വെള്ളം കൂടി പോയിട്ട് നോക്കും തന്നെ മൂടി. അപ്പം പോട്ടെ, പോയിട്ട് വരാം കേട്ടോ. വന്നിട്ട് വേണം അതൊക്കെ ഇങ്ങനെ ഒന്ന് പാക്ക് ചെയ്യാനൊക്കെ.
അപ്പോഴേക്കിന് ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് ആകുമ്പോഴേക്കും മോള് കടയിലേക്ക് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടൊക്കെ പോകണല്ലോ എന്ന് പറഞ്ഞ നേരം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് കടയിൽ വെച്ച് കാണാം കേട്ടോ. അപ്പോഴേ ഞാൻ കടയിലേക്ക് എത്തിയിട്ട് കുറേ സമയങ്ങളായി. ഇപ്പോൾ ഒരു 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ എത്തി. അപ്പോൾ കാലത്ത് വന്നപ്പോൾ ഞാൻ അച്ചാർ ഇന്നലെ കുറച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് പിന്നെ ചോറ് വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങ് കണ്ട ഇങ്ങനൊരു കോവയ്ക്കും കൂടി ഇട്ടിട്ടൊരു ഉപ്പേരി വെച്ചു. മോര് കണ്ട ചള്ളാസ് ഉണ്ടാക്കി. പിന്നെ ഇത് മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ബില്ലെടുക്കാനാണ് മെയിനായിട്ട് ഇന്ന് വന്നത്. അല്ലെങ്കിൽ ഈ ഭക്ഷണമൊക്കെ പിന്നെ പുറത്തുനിന്ന് മേടിച്ചാലും ഒരു ദിവസം 2 ദിവസമൊക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ബില്ലെടുക്കാണ്ടിരിക്കാൻ പറ്റില്ലേ. അപ്പോൾ ഇന്ന് ആൾക്കാർ കുറഞ്ഞ കാരണമാണ് ഞാൻ ഓടിപ്പടഞ്ഞ് വന്നത് കേട്ടോ. അല്ലെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ ഓടിപ്പടഞ്ഞ് വരേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് പോവാം. അപ്പോൾ ഞാൻ അതൊരു സമാധാനക്കേടായിരിക്കും. കുറച്ച് ബില്ല് പിടിച്ചിട്ട് പോയി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു സമാധാനത്തിന് പോവാം. എൻ്റെ സമാധാനത്തിന് വന്നതാട്ടാ. അപ്പോൾ പിന്നെ മുട്ട വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് തന്നെ സുജമോൻ്റെ എത്തിയത്. അപ്പോൾ മുട്ട പൊരിക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുട്ട പൊരിയുടെ പരിപാടി കഴിഞ്ഞു നമ്മുടെ. അതിങ്ങനെ നിന്നേ അടച്ചു വയ്ക്കുക. അങ്ങനെ കടയിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തി. മൂടവിടെ നിന്ന് തയ്ക്കുക കേട്ടോ. എൻ്റെ ഇട്ടുകൊണ്ട് വളരെ രസമുള്ള ഇത്തിരി മണ്ണം കുറയ്ക്കാണ്ടായിരുന്നു. അപ്പോൾ ആളവിടെ നിന്ന് തുന്നി തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്നു. അപ്പോൾ ഉള്ളിയപ്പൊക്കെ പോളത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ പറ്റും. പാക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല. പാക്ക് തുറക്കണത് അവിടെ പോയിട്ട് കാണിക്കാം കേട്ടാ. അപ്പൊ കുത്തി നിറച്ച് വന്നിട്ട് ഇതൊക്കെ ഇത് നല്ല കണ്ടിട്ടാ. ചാറും മറ്റുള്ള സാധനങ്ങളൊക്കെ ആക്കിയപ്പോ പിന്നെ ഇത് മിഠായികളാണ്. പിന്നെ എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ എത്രയാണ് നമ്മുടെ സാധനങ്ങൾ. ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പോൾ അതിൽ കയറി നമുക്ക് പോവാം. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടാ. കുഞ്ഞാട്ടൻ ചേച്ചി ഹായ് പറഞ്ഞേ. എത്തിയിട്ടാ അവരൊരു കണക്കിൽ ഇത് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചെന്നു ആ കുട്ടി. എറണാകുളം ഗുരുവായൂർ. ആ അതെ, നമ്മൾ വന്ന ട്രെയിനാണ് ഈ പോണത്. നിസാമുദ്ദീൻ. ഭയങ്കര തിരക്കാടുന്നു കേട്ടാ. പോയിട്ടാ. അങ്ങനെ നമ്മൾ വടകര എത്തി. സെക്കൻഡ് പ്ലാറ്റ്ഫോം തന്നെയാണ് നമുക്ക്. നമ്മളിതിൽ ഇറങ്ങിയത്. കുഞ്ഞാട്ടൻ അവിടെ ഇരുന്നത്. എന്നിട്ടാ ഉണ്ണിയപ്പം നിന്ന ചേച്ചി
അപ്പോൾ കുഞ്ഞേട്ടത് അവിടെ നിന്ന് കല്ലുമ്മക്കായ് വാങ്ങിക്കിട്ടാ. ഞങ്ങൾ ഓട്ടോയിൽ വരുമ്പോൾ വഴിയിൽ നിന്ന് ഇറങ്ങിയതാ. അല്ല നല്ലതാണോ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നോക്കാം. അതെ നല്ല മോളെ എന്തോ ഗ്യാസ് മുഖത്തുണ്ടല്ലോ. പിടിച്ചതെന്താ? അപ്പോഴേ മോള് അത് ഞാൻ കല്ലുമ്മക്കായ കൊണ്ടുവന്നാള് ചൂടാക്കി അത് ഇങ്ങനെ എടുത്തു തുടങ്ങി. പറിച്ചിടുന്നുണ്ടാള്. ചൂടുണ്ട്. ചൂടുണ്ട്. ഒരു പച്ചവെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല അല്ലേ? കണ്ട ഇതിൻ്റെ ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അറുത്തെടുക്കുന്നത്. കാണുന്നില്ല. കാണുന്നില്ല. ഇത് വായി തുറന്നില്ല മോളെ? തുറന്നില്ല. എന്താ വെളിച്ചക്കുറവാണ്. നല്ല വെളിച്ചത്തിലാണ് എടുക്കുക. അപ്പോൾ അത് ഉപ്പും മുളകും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിരുമ്പിയിട്ട് വറുത്തൂല മുളക് ആയിക്കൊണ്ടിരിക്കുന്നു. സാധാരണ നമ്മുടെ തൃശ്ശൂക്കാർ മീൻ വറക്കണ പോലെ കേട്ടോ. അത് തീ കിട്ടാൻ അവിടെ ഇപ്പം അത് ഹോട്ടലുകളിലൊക്കെ ഇഷ്ടം പോലെയായി. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വെളിച്ചം വന്നു കേട്ടാ. അനിയൻ ലൈറ്റൊക്കെ കൂടെ നിട്ട് ഇതാക്കിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി നേരം വൈകിയത്. അപ്പം എൻ്റെ പാപ്പൻ എവിടെ ഇരിക്കുന്നത് ഇടുന്നതാണ്. ഞാൻ വിളിച്ചേൽപ്പിച്ചു കൊണ്ടുവന്നതാ. നാളെ രാവിലെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കല്യാണപ്പുറയിൽ പോണ തിരക്കൊക്കെ ആകുമ്പോൾ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ കൊടുക്കണ്ട എനിക്ക്. അപ്പം എൻ്റെ ഇളയമ്മ ഇത്തിരി കുറവുണ്ട്. ഇപ്പോൾ ഈ അസുഖങ്ങളൊക്കെ തീരെ വയ്യായിരുന്നു. രണ്ടാൾക്കും വയ്യായിരുന്നു. അപ്പം എൻ്റെ പാപ്പനെ എപ്പോഴും എന്നെയും കുഞ്ഞേട്ടനെയും എല്ലാവരും വിളിക്കും. മക്കളെ എല്ലാവരും വിളിക്കും. ഏട്ടൻ്റെ മക്കളെയൊക്കെ എല്ലാവരും വിളിക്കുന്ന ആളാണ്. അപ്പോൾ അതൊരു നമ്മൾക്ക് വലിയൊരു സന്തോഷവും. എൻ്റെ പാപ്പനെ എപ്പോൾ വിളിച്ചാലും ഞാൻ എടുത്തില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും, എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും, ഞാൻ ഒരു വട്ടം വിളിച്ചിട്ട് ഞാൻ എത്ര തിരക്കിലാണെന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് പോലും ഞാൻ വല്ല കസ്റ്റമർമാരുടെ ഇടയിലൊക്കെ ആവും. അപ്പോൾ പോലും ഞാനത് കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ വീണ്ടും വിളി വരും. അപ്പോൾ ഞാനത് എത്ര തിരക്കിൻ്റെ ഇടയിൽ ഞാനത് എടുക്കും ഫോണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് വിളിക്കുന്നത് എനിക്ക് ഉറപ്പാണേ. അപ്പോൾ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതൊന്ന് വിളിച്ച് ഒന്നോ രണ്ടോ വർത്താനം എൻ്റെ പാപ്പ എന്നോട് പറയുള്ളൂ. എന്താ മോളെ സുഖാണോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചോ, വെയിലുണ്ടോ, മഴയാണോ, വീട്ടിലെത്തിയോ, ഇങ്ങനെ രണ്ടോ മൂന്നോ വർത്താനത്തിൽ അവസാനിപ്പിക്കുന്ന ആളാണ്. പിന്നെ ഇളയമയാണ്. ഇളയമ കുറേ നേരം സംസാരിക്കും, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും കേട്ടാ. അപ്പോൾ പാപ്പനെ എപ്പോൾ വിളിക്കായാലും ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളമിക്ക് കൊടുക്കാട്ട മോളെ എന്ന് പറയും. പാപ്പൻ രണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇളമയാണ് വർത്താനം പറയാം. അപ്പോൾ ഇളമിക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ അത് ശരിക്ക് തിരിയില്ല. അപ്പോൾ കുറേ നേരം എൻ്റെ അവിടെ സമയം ചിലപ്പോൾ എനിക്ക് പോവും. എങ്കിലും ഞാനത് കേൾക്കാൻ നിൽക്കാറുണ്ട്. അവർക്ക് വേണ്ടി ഇത്തിരിയെങ്കിലും നമ്മൾ കേൾക്കണ്ടേ. കേൾക്കണം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനൊന്നും എനിക്കൊന്നും അല്ലായിരുന്നേ. അച്ഛനൊന്നും എനിക്കൊന്നും ആയിരുന്നില്ല. എനിക്കെന്നല്ല എൻ്റെ കുഞ്ഞേട്ടനായാലും എല്ലാം എൻ്റെ പാപ്പനാണ്. ഞങ്ങൾക്ക് ഒരു വളരെ ചെറുപ്പം, എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് എൻ്റെ കാര്യങ്ങൾ, ഞങ്ങളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അമ്മ വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഇളയമ്മ ഞങ്ങളെ നോക്കിയിട്ടുള്ളതൊക്കെ അതേ ഒരു കണ്ടീഷനിലാണ്. മക്കളായാലും അതെ. എൻ്റെ പാപ്പന് നാല് മക്കളാണ്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ഏറ്റവും ഇളയ മോളുടെ വീടാണ് ഇവിടെ ഇപ്പം ഞാൻ വന്നിരിക്കുന്ന വീട്. അവിടെ എൻ്റെ അനിയൻ സുരേഷ് ഉണ്ട്, പിന്നെ എൻ്റെ ദേവക്കുട്ടീൻ്റെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് പോകാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം കൂടി എൻ്റെ സുരേഷിന് അത്ര നല്ലൊരു മനുഷ്യനായതുകൊണ്ടാണ് നമുക്കിവിടെ വന്ന് പോകാനൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറ്റുന്നതും. അല്ലെങ്കിൽ അവന് ഇഷ്ടമല്ലെങ്കിൽ നമുക്കിവിടെ വരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഈ അച്ഛനമ്മയും ഇവിടെ നിൽക്കുന്നതിൻ്റെ കാര്യമൊക്കെ ഏറ്റവും ഇതിൽ പറയേണ്ടത് അവനെയാണ്, സുരേഷിനെയാണ്. അപ്പോൾ എൻ്റെ പാപ്പന് ഈ കല്യാണത്തിന് വരാനതിനെക്കാട്ടിലുപരി ഞാനും കുഞ്ഞാട്ടനും ചേച്ചിയും ഇപ്പോൾ വന്നിരിക്കുന്നത് പാപ്പൻ്റെ ഇളവനെയും കാണേണ്ട ഒരു ആവശ്യത്തിനാണ്. അപ്പോൾ ഞാനെൻ്റെ പാപ്പനൊരു അങ്ങനെയൊന്നും അധികം സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അപ്പോൾ വന്ന് പോവാന്നുള്ളതല്ലേ, ഒന്ന് കാണുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം അല്ലേ പാപ്പ?
ഒരുപാട് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇഷ്ടത്തോടു കൂടി ഞങ്ങൾ വരുമ്പോൾ എൻ്റെ പാപ്പനാണ് എന്തും ഞങ്ങൾക്ക് ഇഷ്ടത്തോടു കൂടി തന്നിട്ടുള്ളത്. എൻ്റെ ഇളമി അതെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അമ്മ അവരത്രയധികം സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എൻ്റെ പാപ്പന് 5 വയസ്സുള്ളൂ അല്ലേ. അപ്പം അധികം സംസാരിക്കുന്ന പോലെ നല്ല അവർക്ക് കേൾക്കുള്ളൂ. വല്ലതും പറയണോ? പതുക്കെ പറഞ്ഞവർ എന്തെങ്കിലും പറയ് ഞങ്ങളുടെ ചെറുപ്പകാലത്തിനെ പറ്റിയും. അമ്മയുടെ കല്യാണം തൃശ്ശൂരത്തെ എൻ്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ പാപ്പന് എത്ര വയസ്സുണ്ട്? 5 വയസ്സ്. അപ്പോൾ അമ്മ പറയും എപ്പോഴും സ്കൂളിൽ പോയി വന്നിട്ട് അച്ഛമ്മയുടെ പാല് കുടിക്കുന്നു ഇല്ലേ? അങ്ങനെ ഉണ്ടായില്ല? അച്ഛമ്മയുടെ പാല് കുടിക്കുന്ന സ്കൂളിൽ പോയി വന്നിട്ടാണ് കുടിക്കുക. അത്രയും ചെറുപ്പത്തിലാണ് എൻ്റെ അമ്മയുടെ അടുത്തൻ്റെ. അതുകൊണ്ട് തന്നെ ഒരു മോൻ്റെ പോലെ തന്നെയാണ് അമ്മയ്ക്കും നടന്നേരം. അമ്മയുടെ പോലെ ആയിരുന്നു അല്ലേ? അമ്മയുടെ പോലെ ആയിരുന്നു. അപ്പം വെക്കേഷൻ സമയങ്ങളിലൊക്കെ 4 മക്കളെയും ഇളമേനെയും ഒന്നല്ലേ പാപ്പനെ അവിടെ കൊണ്ടുവന്നാക്കും, അല്ലെങ്കിൽ അമ്മ വന്ന് കൊണ്ടുപോകും അല്ലേ ഇളമേ? എന്നിട്ടൊരു 15 ദിവസം അല്ലെങ്കിൽ 1 മാസം 1.5 മാസമല്ലോ നിൽക്കും. തൃശ്ശൂരാണ്. പിന്നെ അവരുടെ കുറേ ലോകം. ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ കുങ്കുമോൾക്കായാലും സുനിത പിന്നെ അധികം നിന്നില്ലേ. കുങ്കു കുറെ നാൾ അമ്മൂമ്മയുടെ അടുത്ത് നിന്നിട്ടുണ്ട്. അമ്മൂമ്മന്നാണ് വിളിക്കവര്, വല്യമ്മാന്നല്ലേ വിളിക്കുക. എൻ്റെ അമ്മേനെ അമ്മൂമ്മന്നാ വിളിക്കുക. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പശുവിനെ നോക്കണം, ഓലമെടയിലും ഓലവെള്ളത്തിലിടണം. അപ്പൊ അത് അങ്ങനെ പണികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. അതൊന്നും അമ്മൂമ്മ സമ്മതിക്കില്ല. അതൊക്കെ എടുപ്പിക്കും അവരെ കൊണ്ട്. സുഖ ഡ്രസ്സിനോ അല്ലെങ്കിൽ അവർക്ക് എന്ത് വാങ്ങിക്കണമെങ്കിലോ ഒക്കെ വാങ്ങിച്ച് അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ഒരുപാട് പാല് കറക്കുന്ന പശുവില്ലേ, വയലിൽ കൊണ്ട് കെട്ടണം പശുവിനെ, അതിനെ കുളിപ്പിക്കണം, അതൊക്കെ ചെയ്യണം അവിടെ വന്ന് നിൽക്കണവർക്ക്. അങ്ങനെ 2, 3, 4 മാസമൊക്കെ അവിടെ നിൽക്കാറുണ്ട് അവര്. സ്കൂൾ വെക്കേഷൻ മുഴുവൻ ഏതായാലും കുങ്ക് കുറെ അവിടെ നിന്നിട്ടുണ്ടല്ലോ ഉണ്ണിയെ, അമ്മൂമ്മയുടെ അടുത്ത് നിന്നിട്ടുണ്ട്. പിന്നെ സുനിത മോളാണ് അധികം നിൽക്കാത്തത് അല്ലേ. അത് ഒരുമിച്ച് വന്ന് പോകുമ്പോ തന്നെയാ അവള് നിൽക്കുള്ളൂ. എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ നിൽക്കും. മോള് ഒറ്റയ്ക്ക് കുറേ നാൾ കുങ്കു നിന്നിട്ടുണ്ട്. അപ്പം ഞാനെന്താ പാപ്പന് ഷർട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടാ. 2 അത് കാരണം ഞാൻ എടുത്തില്ല. ഞാൻ എന്താ എടുത്തത് 2 എണ്ണം. അപ്പോൾ പിന്നെ എനിക്ക് സാരി ഉടുക്കാന്ന്. ഞാൻ ഉടുപ്പാണോ എന്ന് ചോദിച്ചു കുങ്കുവിനോട്. അപ്പോൾ അത് സാരിയാണ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാരി ഒരെണ്ണം മേടിച്ചു, ഒരു ഇതും മേടിച്ചു. പിന്നെ വിരിക്കാനായിട്ട് ബെഡ്ഷീറ്റ് 2 ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടാ. മാറി മാറി വിരിക്കാലോ എപ്പോഴും, അതെല്ലാം ആവശ്യം എന്ന് ചോദിച്ചിട്ട് അത് വാങ്ങിച്ചു. പിന്നെ സുനിതമോളോടുള്ള കാര്യം എനിക്കറിയില്ല. അത് ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ മോള് കുങ്കു ഇതാണ് ആളുടെ വീട് കേട്ടാ. പിന്നെ വരുന്ന അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും എന്നെ ഫോണിൽ വിളിക്കാണ്ടിരിക്കില്ല. എല്ലാ കാര്യങ്ങളും ഒരു 1 തൊട്ട് അറ്റം വരെ 100 വരെ എന്നുള്ള പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എന്നോട് സംസാരിക്കും. അവൾക്കും ഒരു ആശ്വാസം. അവൾക്ക് സംസാരിക്കുമ്പോൾ ചേച്ചിയോട് പറഞ്ഞോളൂ എന്നുള്ളത് എല്ലാ കാര്യങ്ങളും സംസാരിക്കും. അങ്ങനെ എൻ്റെ മോൾക്ക് കുറച്ച് ഡ്രസ്സ് പിന്നെ എൻ്റെ മോൾ കൂടി ഇരിക്കുന്നുണ്ട്. ഇത് മൂത്ത മോള് കുമ്പിനെ മൂത്തതാണ്. വീട് ആയഞ്ചേരി. അപ്പോൾ അവിടെ ഭർത്താവും 2 കുട്ടികളായിട്ട് താമസിക്കുന്നു. അപ്പോൾ ഇന്നലെ അമ്മേനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി വന്നത്. അപ്പോൾ നാളെ കല്യാണത്തിന് കല്യാണത്തിന് എല്ലാവർക്കും ഉണ്ടല്ലോ. എൻ്റെ പോലെ തന്നെയാണ് എല്ലാവരും ഞങ്ങളെ പോലെ തന്നെയാണ്. അപ്പോൾ അവരുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വീടുകളിൽ ചോദിക്കും ഈ അനിയത്തിക്ക് എന്തൊന്നും കൊടുക്കാനിരുന്നു. പക്ഷെ അനിയത്തിക്ക് ഉണ്ടാവുന്ന പറയുന്നത് ശരിക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കാനത്. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യാതെ നമുക്ക് വേറെ കാര്യങ്ങളുണ്ടല്ലോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ചെയ്യാം. ഇതാണ് എൻ്റെ ചക്കരക്കുട്ടി ദേവ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫോൺ ചെയ്യുമ്പോഴും വീഡിയോ കോൾ എടുക്കുമ്പോഴും ഒക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നോക്കാം എന്ത് ചെയ്യുന്നു. സൂപ്പാപ്പ എന്ത് ചെയ്യുന്നു. സൂപ്പാപ്പൻ്റെ വലിയ ഫ്രണ്ടാണ്. വലിയ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അതിന് നോക്കണം.
അതും കാണില്ലേ? തല കാണാനോ ആളെ കട്ട് ചെയ്യാൻ പോണല്ലോ അപ്പളാ. ആ ശരി. പൊളിച്ചന്നെ മുളക് ഇൻസ്പിറേഷൻ കിട്ടാൻ മാത്രമാണ് ചിലപ്പം വലിച്ചാൽ കിട്ടാൻ ഇതാണ് എൻ്റെ അനിയൻ. അപ്പം നല്ലൊരു മനസ്സിൻ്റെ ഒരു ഉടമയാണ്. അത് കാരണം ദൈവം സഹായിച്ച് ഞങ്ങൾ ഇവിടെ വന്നു പോകാൻ പറ്റുന്നുണ്ട് കേട്ടാ. സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് വന്നു പോകാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. അതിൽ വിട്ട ഒന്നുമില്ല പറയാനായിട്ട് എനിക്ക്. അപ്പം എറണാകുളത്ത് ജോലി ചെയ്യാണ്. ഇപ്പോൾ ഗൾഫിലായിരുന്നു, ഇപ്പൊ അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. ഇപ്പൊ ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ ആള്. ഞങ്ങളും വരുന്നുണ്ട്. പിന്നെ ആൾക്കുണ്ട് ഈ കല്യാണത്തിന് പോണല്ലോ. അപ്പൊ ആളുടെ കൂടെ വർക്ക് ചെയ്യണ ഈ കല്യാണച്ചക്കൻ ആളുടെ കൂടെ ഒരു കമ്പനിയിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് ആൾക്ക് പോകണം. അപ്പൊ ആളും കൂടി കാണാൻ പറ്റി. അപ്പൊ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാനും വരുന്നുണ്ട്, നമുക്ക് അന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റി. അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ വിശേഷം. ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടാ. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊന്നും അറിയില്ല കേട്ടാ. ആ ഡ്രസ്സ് ഞാൻ വരുമ്പോൾ കുളിച്ചിട്ട് 2 പ്രാവശ്യം കുളിച്ചതാ. അപ്പോൾ പിന്നെ ഞാൻ കുളിച്ചില്ലേ, കൈയും കാലും മേലൊക്കെ ഒന്ന് കഴുകി ആ ഡ്രസ്സിന് ഇട്ടു. അപ്പോൾ പാപ്പൻ്റെ ഇളമയും ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിച്ച് കിടന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക. പിന്നെയുള്ളവരെല്ലാവരും കൂടി ഇരുന്നിട്ട് എല്ലാവരും കാണിച്ചു കൊടുക്കും ചേട്ടാ. ദേവാ കഴിക്കൂ. എന്താ അപ്പതേ ബീട്രൂട്ട് ബീട്രൂട്ട് അച്ചാർ. ബീട്രൂട്ട് അച്ചാർ കേട്ടാ. എൻ്റെ മോളിത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ കഷ്ണമായിട്ടല്ലേ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുക. അത് ചിരണ്ടിയിട്ടിട്ട് ഉണ്ടാക്കി വെക്കണത്. എന്നിട്ടുണ്ടെങ്കിൽ നല്ല വെളുത്തുള്ളിയിലെ നല്ല മണം. അപ്പോഴേ അച്ചാർ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതൊന്നും കാണിച്ചില്ല കേട്ടാ ഞാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചു. പൂരിയും കുറുമക്കറിയായിരുന്നു പോലെ കുഞ്ഞേട്ടാ. അപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം ശരിയായില്ലേ, ഞാൻ വെക്കുന്നതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നു. അപ്പോഴേക്കും കറികളൊക്കെ കുട്ടികൾ എല്ലാം ശരിയാക്കി. അപ്പോൾ ഞാൻ നമ്മുടെ അവർ ഒരുക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു കുഞ്ഞേട്ടാ. ചിക്കൻ ചോറ്, അത് മോരുകറി എന്നിട്ടാ കഷ്ണം എന്നിട്ടാ ഞാൻ നോക്കട്ടെ കേട്ടാ. എനിക്ക് മനസ്സിലായില്ല എന്നിട്ടാണ്. കായല്ല വേറെ എന്താണ്. ഇത് മീൻകറി. ഇതാണ് എൻ്റെ കുഞ്ഞാണ് ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ മീൻകറി ആണത് ഇവിടുത്തെ. പിന്നെ മീൻ വറുത്തത് പൊരിച്ചെടുത്തതുണ്ട്. പിന്നെ നമ്മുടെ കൂർക്കറി ഉപ്പേരി വെച്ചിട്ടുണ്ട്. ഇത് പച്ചടി, ഇത് കുക്കുംബർ ഇട്ടിട്ടുള്ള പച്ചടിയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ള കറിയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ കുഞ്ഞാണാട്ടാ ചോറ്. ചിക്കൻ വരുന്നുള്ളോട്ടാ, കഴിഞ്ഞിട്ടില്ലേ. അച്ചാറ്, പച്ചടി, ഉപ്പേരി,
മീൻ പൊരിച്ചത്, മാങ്ങച്ചാറ്. ഇതെന്താ മീൻ കഷ്ണം? ആ ചേമ്പാണ് കേട്ടാ, ചേമ്പാണ്. ഇവിടുന്ന് പറിച്ചതാ അത്ര മോള്. ആ ചേമ്പാ. സ്പെഷ്യൽ മീൻ കറി. ആ അതാണ് ഞാൻ പറഞ്ഞത്. കുഞ്ഞാട്ടൻ്റെ മീൻ കറി. ഇത് ഏതാ? അയില. അയിലയാണ് കഷ്ണം. ജഗ് വെള്ളം ചൂടുവെള്ളം. ആ മോള് ഇതേ പായസം കൊണ്ടുവന്നു കേട്ടാ. പപ്പടം വെച്ചോ? പായസം, പപ്പടം. സദ്യ ഉഷാരാണ് ഞങ്ങളുടെ അന്നത്തെ. സേമിയ പായസം. അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ദേ കുഞ്ഞേട്ടാ എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ ഫുഡല്ലേ? മഞ്ഞക്കറി, മീൻകറി. മീൻകറി ആളുടെ ഏറ്റവും ഇഷ്ടമുള്ള കറി. സൂപ്പറായിട്ടില്ലേ? നമുക്ക് ഇവിടുത്തെ മീൻകറി ഭയങ്കര താല്പര്യമാണ്. നമ്മുടെ പോലെ കാച്ചിയൊന്നും ഒഴിക്കില്ല അവർ. കാച്ചിയൊക്കെ ഒഴിക്കാറില്ല. പിന്നെ അതെ അവിടെ സ്ഥലമില്ലാണ്ടായപ്പോൾ എൻ്റെ മോള് കൂടി ഇരിക്കുന്നുണ്ട്, ഏഴാമതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ പാപ്പ ഇരുന്നില്ല കേട്ടോ. പാപ്പ നേരത്തെ കഴിച്ചു. ഗുളിക കഴിക്കേണ്ട കാരണേ നേരത്തിന് ആൾക്ക് കൃത്യതയോട് കൂടി കിട്ടണം അല്ലേ കുങ്കുവ? കൃത്യമായ ഭക്ഷണം. അപ്പോൾ അത് കൃത്യമായ ഭക്ഷണം മോള് നോക്കും അതെപ്പോഴും. അല്ലെങ്കിൽ എൻ്റെ ദേവക്കുട്ടീൻ്റെ കൂടെ സുനിത ഇപ്പോൾ 2 ദിവസമായിട്ട് നിൽക്കണതാട്ടാ. അല്ലെങ്കിൽ ദേവയാണ് ഏറ്റവും അധികം കൂടുതലും അച്ചച്ചൻ്റെയും അമ്മൂമ്മയുടെയും കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആളാണ് എൻ്റെ മോള്. ഇരിക്കുന്നത് കണ്ട എല്ലാ കാര്യങ്ങളും എന്നെ കൂടെ വരണമെന്നുണ്ട് ആൾക്ക്. പക്ഷേ അച്ചച്ചനും അമ്മൂമ്മയുള്ള കാരണേ എപ്പോഴും അന്വേഷിക്കും. അത് കാരണം ഇപ്പോൾ വരുന്നില്ല മൂത്താന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ. കല്യാണപ്പുരയിലേക്ക് പോകാനായിട്ടുള്ള കുഞ്ഞാട്ടൻ എൻ്റെ ചേച്ചി തൃശ്ശൂർ പേരില് പിന്നെ ഒരു ദിവസം വരാം. അപ്പോൾ എല്ലാവരും ഞങ്ങൾ യാത്രയിൽ നിൽക്കണം. പിന്നെ സുനിതീൻ്റെ ഇവിടെ ഇതായിരിക്കും. പിന്നെ അതേ എൻ്റെ മോളു എല്ലാവരും കല്യാണത്തിന്. പിന്നെ സുരേഷ് ഇതേ ഡ്രസ്സ് മാറിയിട്ടില്ല. അവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ? അതെ അതെ. ആ കുങ്കു അതെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നുള്ളൂ. പിന്നെ പാപ്പനെ ഇളയമീനും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം അവരോട് ഇരിക്കുകയാണ്. എല്ലാത്തിനും എൻ്റെ പാപ്പൻ മുന്നേ പോയി ഉടന്നതൊക്കെയാണ്. അപ്പോൾ വയസ്സായില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ എല്ലാവരും അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ ആവും വരിക. ഇനി പാപ്പൻ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും, എപ്പോഴാണ് വരുന്ന മോളെ, എപ്പോഴാണ് വരുന്ന മോളെ. രാവിലെ 7 മണിക്കുണ്ട്, പിന്നെ 7:45 10:20 അതെ 10:20 പിന്നെ 3:30 5:40 5:50 എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാണ്. അങ്ങനെ വേണ്ടു. ദേവകുട്ടി പിന്നെ അപ്പോൾ എൻ്റെ ദേവക്കുട്ടിയും ഇവരൊക്കെ പിന്നെ നമ്മൾ അവിടെ വെച്ച് വീണ്ടും നമുക്ക് കാണാം സെറ്റിൽ. അപ്പോൾ ഞാൻ പോയാലും നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇറങ്ങിപ്പോകുന്നതോടുകൂടി ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ കല്യാണപ്പുരയിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ.